നെയ്യാമ്പാറ്റകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കലൂടെ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നു കുടുംബങ്ങളെ എങ്ങനെ സോഷ്യൽ മീഡിയ അഫക്റ്റ് ചെയ്യുന്നു, കുടുംബങ്ങളെ എങ്ങനെ സോഷ്യൽ മീഡിയ സ്വാധീനിക്കുന്നുവെന്ന്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ആ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ഇതിൻ്റെ കുടുംബങ്ങളിൽ സോഷ്യൽ മീഡിയയോടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം നമ്മുടെ കൂടെ സംസാരിക്കാനായിട്ടുള്ളത് അഗസ്റ്റിനാണ്. അഗസ്റ്റിൻ ഒരു കുടുംബജീവിതം നയിക്കുന്ന മാരീഡ് പേഴ്സണാണ്. അഗസ്റ്റിന് സ്വാഗതം. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ടിജോയുണ്ട്. ടിജോയ്ക്കും സ്വാഗതം. ഒരിക്കൽ എൻ്റെ അടുത്ത് സംസാരിക്കാനായി വന്ന ഒരു യങ് കപ്പിൾസ് അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, അവർ വിവാഹമോചനത്തിനായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ പേരൻസ് ഫോഴ്സ് ചെയ്താണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ വളരെ സർപ്രൈസ്ഡ് ആയിപ്പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഈ യുവാവ് അവന് ഓഫീസിൽ പോകാതെ വീട്ടിലിരുന്നൊരു ദിവസത്തിൽ എന്തോ ഒരു ആവശ്യത്തിന് ഭാര്യയുടെ മൊബൈൽ നോക്കേണ്ടി വന്നു. എന്തോ ഒരു ആവശ്യത്തിന് എടുത്ത് നോക്കി അവൻ പെട്ടെന്ന് കാണുകയാണ് ഭാര്യ വേറെ ഏതൊരു വ്യക്തിയായിട്ട് ഒരു ചാറ്റിംഗ് അവൻ വായിച്ചു. അന്നേരം അവന് മനസ്സിലായി ഭാര്യ ചാറ്റ് ചെയ്യുന്ന വ്യക്തി അവളുടെ കൂടെ കോളേജിൽ പഠിച്ച ഏതോ ഒരു യുവാവാണ്. ഇവൻ അറിയത്തില്ലാത്ത ഒരു വ്യക്തിയാണ്. അത് അവനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. അന്നേരം അവൻ മനസ്സിൽ തീരുമാനിച്ചു, ഞാൻ ഇതിന് പ്രതികാരം ചെയ്യും. യുവാവ് ഇവളോട് സംസാരിക്കുകയും ചെയ്ത ഇവൻ മനസ്സിൽ തീരുമാനിച്ചു, ഞാൻ ഇതിന് പ്രതികാരം ചെയ്യും. അതിനെങ്ങനെയാണ് അവൻ പ്രതികാരം ചെയ്ത്? അവൻ്റെ കോളേജിൽ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന അവൻ്റെ ഒരു നല്ല ഫ്രണ്ടായിരുന്ന ഒരു യുവതിയുമായിട്ട് ഒരു ബന്ധത്തിലേക്ക് ഇതുപോലെ തന്നെ വാട്സപ്പിലൂടെ കോണ്ടാക്ട് ചെയ്യാനും പിന്നെ അത് ചാറ്റിങ്ങും വീഡിയോ ചാറ്റിങ്ങും ഒക്കെ ആയിട്ട് വളർന്ന് അങ്ങനെ ഇന്ന് ഇവരുടെ വിവാഹം തകർന്ന് ഇവർക്ക് പരസ്പരം ഒരു സ്നേഹമില്ല, ബന്ധമില്ല, പരസ്പരം ബഹുമാനമില്ല. അങ്ങനെ രണ്ടുപേരും വിവാഹമോചനത്തിനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയത്താണ് അവരുടെ മാതാപിതാക്കൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് സംസാരിക്കാനായിട്ട് വന്നു. ഞാനിത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ എത്രമാത്രം തിന്മ അവരുടെ ജീവിതത്തെ നന്നായിട്ട് തുടങ്ങിയ ഒരു കുടുംബജീവിതം. യങ് കപ്പിൾസാണ്, രണ്ടുപേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, രണ്ടുപേർക്കും നല്ല ജോലിയുണ്ട്, നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. പക്ഷേ ഒരു തിന്മ അല്ലെങ്കിൽ പ്രൂഡൻ്റ് അല്ലാത്ത രീതിയിൽ ഈ സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചതിനാൽ ഒരു കുടുംബം തകർന്നു പോകുന്നത് ഞാൻ എൻ്റെ കൺമുമ്പിൽ കാണുകയായിരുന്നു. സോ ഞാൻ പറഞ്ഞു വരുന്നത്, അവിശ്വസ്തത ഇന്ന് സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ മേഖലയിൽ ഒത്തിരി കുടുംബങ്ങളെ തകർത്ത് കളയുന്ന ഒരു കാര്യമാണ് അവിശ്വസ്തത. എൻ്റെ തന്നെ ഒരു ഫ്രണ്ടുണ്ട്, ഫാമിലി കോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ലോയർ. ഞാൻ ഒരിക്കലും അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അച്ഛാ, ഫാമിലി കോർട്ടുകളിൽ വരുന്ന ഒരു 80% കേസുകളും ഈ ഒരു മേഖലയിൽ നിന്നാണ്. സോഷ്യൽ നെറ്റ്വർക്കിലോ അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജി ഇൻ്റർനെറ്റിൻ്റെ മേഖലയിൽ നിന്ന് അവിടെ ഉണ്ടാകുന്ന അവിശ്വസ്തതയും അതുമൂലം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ കൊണ്ടാണ് പല വിവാഹമോചന കേസുകളും ഡിവോഴ്സ് കേസുകളും ഇന്ന് ഫാമിലി കോർട്ടിൽ എത്തുന്നത്. സോ ഇതൊരു നന്മയുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇന്ന് ഇത് ഫാമിലികളെ തകർക്കുന്നുണ്ടെന്നുള്ള ഒരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം. അച്ഛനീ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ കുറേ ഫാമിലി പ്രോബ്ലംസൊക്കെ ഞാനും വായിക്കുകയും അതേപോലെ കേൾക്കുകയും ചെയ്തൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു വെച്ചാൽ പ്രധാനമായിട്ടും ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ട്രാൻസ്പെറൻസി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പം സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങളിപ്പോൾ നമുക്ക് മറ്റേ ഒരാളോട് ജീവിതപങ്കാളിയോട് നമുക്ക് വേണ്ട അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. നമുക്ക് യൂസ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പെറൻസി ഉണ്ടെങ്കിൽ തന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പം എൻ്റെ ഫോണിലൊരു ഞാൻ പാസ്വേഡ് ഇട്ടിട്ടുണ്ട്. എൻ്റെ ഫോണിലെ പാസ്വേഡ് എൻ്റെ ജീവിത പങ്കാളിക്ക് അറിയാം. അവളത് എടുത്ത് നോക്കും, ആവശ്യമുണ്ട് കോൾ ചെയ്യും ഒക്കെ ചെയ്യാറുണ്ട്. നമുക്ക് നമ്മുടെ ഫോണിൽ മറച്ചു പിടിക്കാനൊന്നും ഇല്ലാത്തപ്പോൾ നമുക്കതിനെക്കുറിച്ച് പ്രശ്നമില്ല. പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യത്തിലും ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കുക. മറച്ചു പിടിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെയാണ്, അങ്ങനെ ഉണ്ടായി തുടങ്ങുമ്പോഴൊക്കെയാണ് ഇതിലൊക്കെ പ്രശ്നമായിട്ട് അത് പിന്നീട് മാറുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വളരെ നല്ലൊരു പോയിൻ്റാണെന്ന് തോന്നുന്നു എനിക്ക് പറഞ്ഞത്. ട്രാൻസ്പെറൻസി അല്ലേ, ട്രാൻസ്പെറൻസി, ബി ആൻ ഓപ്പൺ ബുക്ക് എന്നാണ് സാധാരണ പറയുന്നത്. നമുക്ക് ഒന്നും മറ്റുള്ളവരിൽ നിന്ന് ഹൈഡ് ചെയ്യാനില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒന്നിനും പേടിക്കേണ്ട. പ്രത്യേകിച്ച് ജീവിത പങ്കാളികൾ. നമ്മൾ സഭയിൽ ഒരു യുവാവും യുവതിയും വിവാഹം കഴിക്കുമ്പോൾ സഭ പറയുന്നത് നിങ്ങൾ ഇനിമേൽ 2 അല്ല 1 എന്ന രീതിയിൽ ആ ഒരു ബ്ലെസ്സിങ് ആണ് സഭ നൽകുന്നത്. അത്രയും ഒരു ട്രാൻസ്പെറൻസി. എൻ്റെ മൊബൈൽ ഫോണിൽ എന്തും എൻ്റെ ജീവിത പങ്കാളിക്ക് എടുത്ത് നോക്കാം, ആ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാകണം. അത് ഞാൻ ഇപ്പം അഗസ്റ്റിൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഒരു ജീവിത പങ്കാളിയോട് ആദ്യം ഷെയർ ചെയ്യണം.
ജീവിത പങ്കാളിയോട് ഷെയർ ചെയ്യത്തില്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് വേണ്ട. അത് തിന്മയിലേക്ക് നയിക്കാം. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും, ആൻഡ് ഫ്രണ്ട്ഷിപ്പിന് അതിൻ്റേതായ ബൗണ്ടറി ഉണ്ട്. അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, അല്ലേ? ഒരു ഫ്രണ്ട്ഷിപ്പിന് അതിൻ്റെ ബൗണ്ടറി ഉണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഡസ് നോട്ട് മീൻ ലവേഴ്സ് എന്നോ, ഫ്രണ്ട്ഷിപ്പ് ഡസ് നോട്ട് മീൻ ലൈഫ് പാർട്ട്ണർ. ഫ്രണ്ട് ഈസ് എ ഫ്രണ്ട്. അതിൻ്റെ ബൗണ്ടറി ഉണ്ട്. അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ആ ഒരു ഫ്രണ്ടിനെ ജീവിത പങ്കാളിക്ക് പറഞ്ഞു കൊടുക്കണം, പരിചയപ്പെടുത്തി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒളിച്ച് അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുമ്പോഴാണ്, ട്രാൻസ്പെറൻസി ഇല്ലാത്തപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതെന്നുള്ള കാര്യം ഉറപ്പാണ്. സോ ഇപ്പോൾ ആകൃഷ്ണൻ പറഞ്ഞപ്പോൾ അതും പറഞ്ഞു, ആ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്വേഡ് അറിയുക, ഹൈഡ് ചെയ്യാനൊന്നുമില്ല. സോ അത് വളരെ നല്ലൊരു സജഷനായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ നമ്മൾ ഫാമിലിയിലൊക്കെ താമസിക്കുമ്പോഴാണ് ഓർക്കേണ്ട കാര്യം, ഇപ്പോൾ എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഇരിക്കുമ്പോൾ എനിക്കൊരു കോൾ വരുന്നു, എനിക്ക് ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ മുൻപിൽ നിന്ന് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ എന്തോ ഹൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവരുടെ മുമ്പിൽ സംസാരിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് അപ്പുറത്തുള്ളത്. അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മൾ ഒരിക്കലും സൂക്ഷിക്കരുത്, കാരണം ഇത് നമ്മൾ അപകടത്തിലേക്ക് നയിക്കും. അതുപോലെ എനിക്ക് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ഇരുന്ന് എനിക്ക് എൻ്റെ ഒരു ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? അവരിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതായ കാര്യങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് അൺഹെൽത്തിയാണ്, ഇതെനിക്കും തിന്മയാണ്, എന്നെ നശിപ്പിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു മാരേജ് ലൈഫിലേക്ക് വരുമ്പോൾ ചിന്തിക്കേണ്ടത്, നമ്മൾ അതുവരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ജോലി ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റാറ്റസ് ഉണ്ട്, അന്ന് നമുക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. പക്ഷേ ഒരു ഭാര്യ ഭർത്താവ് എന്ന നിലയിലേക്ക് വരുമ്പോൾ നമ്മൾ മറ്റൊരു ലൈഫ് സ്റ്റൈലിലേക്ക് വന്നു. അപ്പോൾ അച്ഛൻ്റെ കാര്യം ഞാനിങ്ങനെ അച്ഛനെ നോക്കി ഞാൻ ചിന്തിക്കുക, അച്ഛൻ പഠിച്ചു, അങ്ങനെയൊക്കെ വന്നു, ഒരു പ്രീസ്റ്റ്ഹുഡ് ലൈഫിലേക്ക് വന്നു. അച്ഛൻ്റെ ലൈഫ് മാറി, എല്ലാ കാഴ്ചപ്പാടുകളും ശൈലികളൊക്കെ മാറി. ഇതുപോലെ ഒരു ഭാര്യ ഭർത്താവാകുമ്പോൾ ശരിക്കും അവരുടെ ആ സൗഹൃദങ്ങൾ പലതും ഉപേക്ഷിക്കേണ്ടതുണ്ട്. എല്ലാം ഒന്നും ഇത് മുഴുവൻ കൊണ്ടുപോകണമെന്ന് ആർക്കാ നിർബന്ധമുള്ളത്? അപ്പം ചിലത് ഒരു ഭാര്യ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് പാടില്ലാത്ത ചില ബന്ധങ്ങൾ ആ അന്നത്തോടു കൂടി നിർത്തുക. അപ്പോൾ അവരുടെ ലൈഫിൽ സമാധാനം ഉണ്ടായി. ഇല്ലെങ്കിൽ എപ്പോഴും ടെൻഷൻ, എൻ്റെ ഫോൺ എൻ്റെ ഭാര്യ എടുത്ത് നോക്കിയാൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് നമ്മുടെ ലൈഫിൽ പാടില്ല. അപ്പോൾ ഈ സോഷ്യൽ നെറ്റ്വർക്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം ഇതാണ്. ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞ വാക്കാണ് സുതാര്യത. അപ്പം മറ്റ് അൺഹെൽത്തി ആയുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ചേക്കുക, കാരണം ഇത് നമ്മളെ ഗ്രാജുവലി നമ്മുടെ ലൈഫ് നശിപ്പിക്കും. നമുക്കെല്ലാവർക്കും അറിയാം കുടുംബം എന്തുമാത്രം പ്രഷ്യസ് ആണ്, അല്ലേ? ദൈവം യോജിപ്പിച്ചതാണ്. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ദൈവം ഒരു യുവാവിനെയും യുവതിയെയും യോജിപ്പിച്ച് അവിടെ ഒരു കുടുംബം ഫോം ചെയ്ത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് ഒരു കുടുംബം രൂപപ്പെടുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രഷ്യസ് ആണ്. അതിനെ നമ്മളൊരു ചെറിയ നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു ചെറിയ മെസ്സേജിന് വേണ്ടി, ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി നമ്മൾ ആ ഒരു ദൈവം നമുക്ക് ദാനമായി നൽകിയ കുടുംബത്തെ നശിപ്പിച്ച് കളയരുത്. അതൊരു തിന്മയാണ് നമ്മൾ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ജീവിത പങ്കാളികളായ വ്യക്തികളോട് നമുക്ക് തുറന്ന് സംസാരിക്കാൻ സാധിക്കാത്ത ഒരു ഫ്രണ്ട്ഷിപ്പ്, എൻ്റെ ഭർത്താവിനോട് എനിക്ക് പറയാൻ സാധിക്കാത്ത ഒരു വിഷമം ഞാൻ വേറൊരു വ്യക്തിയോട് പറയാൻ തുടങ്ങിയാൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവിടെ തിന്മ കയറി വന്നിട്ടുണ്ട്. അത് ആദ്യം പറയേണ്ടത് എൻ്റെ ജീവിത പങ്കാളിയോടാണ്. സോ അങ്ങനത്തെ സ്വഭാവങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ മാറ്റത്തിനുള്ള ഒരു സമയം, മാറ്റത്തിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണെന്ന് നമുക്ക് തിരിച്ചറിയാം. പ്രത്യേകിച്ച് നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാം. കുടുംബങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ സോഷ്യൽ മീഡിയ വിവേചനപൂർവ്വം ഉപയോഗിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഒരിക്കലൂടെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങാണ് യോജിപ്പിച്ചതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കുടുംബത്തിൻ്റെ പവിത്രത നിലനിർത്തുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയായി ഉപയോഗിക്കുവാനുള്ള വിവേചനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.